ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്നാസ് കിച്ചൺ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി വെജിറ്റബിൾ ഫ്രൈ ആട്ടോ. ഇത് നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, എന്തിൻ്റെ കൂടെ ആയാലും കഴിക്കാൻ നല്ലൊരു കിടു കോമ്പിനേഷൻ ആട്ടോ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അതിന് മുൻപ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ ഞാനിതവിടെ കുറച്ച് വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. നാടൻ വഴുതനങ്ങയാണ് എടുത്തത്. അതുപോലെ 2 ഉരുളക്കിഴങ്ങ്, അത് തൊലിയൊക്കെ കളഞ്ഞ് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചെറുതായിട്ടാട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. നീളത്തിൽ തന്നെ, പക്ഷേ ഭയങ്കര നേരിയതായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. കാരണം ഇതിൽ നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചിട്ട് കുക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അതുപോലെ തന്നെ ഈ ഉരുളക്കിഴങ്ങും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാകത്തിനാട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടല്ലോ, ഇത് നല്ല തിന്നായിട്ടാണ് കട്ട് ചെയ്തെടുത്തത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാല ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ അളവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് മസാല അധികം വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി ഉപ്പും മാത്രമായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നല്ല ടേസ്റ്റ്. നമുക്ക് ചോറിൻ്റെ കൂടെ വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുക. നിങ്ങൾ എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഇതിൻ്റെ അളവിലും മാറ്റം വരുത്തണേ. ഇപ്പം ഞാനെടുത്തത് 2 വലിയ ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ ഒരു 3 വഴുതനങ്ങയാണ് എടുത്തത്. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് നല്ല ജീരകമാണ്. അപ്പോൾ നല്ല ജീരകം ചേർക്കുമ്പോൾ നമുക്ക് ഈ ഉരുളക്കിഴങ്ങിൻ്റെ ഗ്യാസോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ 1 ടീസ്പൂൺ അളവിൽ നല്ല ജീരകം കൂടെ ചേർത്ത് കൊടുത്ത് ഇനി ഇതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ മസാല ഒന്ന് മിക്സ് ആവാനും ഇതിലൊരു ഇത്തിരി പുളി വരാനും വേണ്ടിയിട്ട് ഞാനൊരു 1/2 ടീസ്പൂൺ വിനാഗിരി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. പിന്നെ ഇത് മിക്സ് ചെയ്ത് മസാല പുരട്ടി കുറേ നേരം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി ഞാനിപ്പോൾ ഇത് ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കുക കേട്ടോ. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് ഇത് കൂടുതൽ ടേസ്റ്റ് ഉള്ളത്. അപ്പോൾ നമ്മൾ വെജിറ്റബിൾസ് മസാല തേച്ച് വെച്ചതെല്ലാം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരുമിച്ച് തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. വേറെ വേറെ ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ വെളിച്ചെണ്ണയിൽ തന്നെ കിടന്ന് ഇതൊന്ന് നന്നായിട്ട് കുക്കായി വരും. നമ്മൾ വേറെ വെള്ളമൊന്നും ഒട്ടും ഒഴിച്ചു കൊടുക്കണ്ട. അപ്പോൾ ഇതൊന്ന് വെജിറ്റബിൾസ് ഇതിലിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും ഇതിൻ്റെ ഓയിലൊന്ന് സ്പ്രെഡ് ആവാൻ വേണ്ടിയാട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എണ്ണയൊക്കെ എല്ലാ ഭാഗത്തും ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് ചെറിയ തീയിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. ഇടയ്ക്കൊന്ന് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ചെറിയ തീയിൽ തന്നെ വെച്ച് കുക്ക് ചെയ്യുമ്പോൾ നമുക്കിതിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ആ സമയം കൊണ്ട് ഞാൻ ഇതിലേക്ക് ഇടാൻ വേണ്ടി ഒരു സവാളയും കുറച്ച് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ എടുത്തിട്ടുണ്ട്. പച്ചമുളക് ഞാൻ നടു കീറിയിട്ടില്ല കേട്ടോ. കാരണം എരിവ് കൂടുതൽ വേണ്ട, അതിൻ്റെ ഒരു ടേസ്റ്റിന് വേണ്ടിയാണ്. അപ്പോൾ ഞാൻ നേരത്തെ മസാല പുരട്ടി വെച്ച ആ പാത്രത്തിൽ തന്നെ ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇതൊരു 3/4 ഭാഗം കുക്കായിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് നമുക്ക് ഈ സവാളയൊക്കെ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ആ സവാളയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിന് ഒട്ടും നിങ്ങൾ തീ കൂട്ടി വെക്കരുത് കേട്ടോ. തീ കൂട്ടി വെക്കുമ്പോൾ ഇതൊരു കരിഞ്ഞ ടേസ്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ ഈ മസാലയൊക്കെ പെട്ടെന്ന് അടിച്ചു പിടിക്കും. പിന്നെ നിങ്ങൾ ഒരുപാട് എണ്ണ ഒഴിച്ച് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിന് പകരമായിട്ട് നിങ്ങൾ ചെറിയ തീയിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതൊരു 2.5 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചാൽ തന്നെ നിങ്ങൾക്കിത് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഞാനിതിലേക്ക് ഒട്ടും വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ സവാള ഒന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു തക്കാളി കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ തക്കാളി ഒരു പുളിക്ക് വേണ്ടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഞാൻ കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തക്കാളി ഇടുമ്പോൾ നമുക്ക് ചോറിനൊക്കെ ഇങ്ങനെ മസാല പോലെ കിട്ടും. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒന്ന് മസാല പോലെ ആക്കി കഴിക്കുമ്പോഴാട്ടോ കൂടുതൽ ടേസ്റ്റ് ഉള്ളത്. അപ്പോൾ നിങ്ങളും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ചോറിൻ്റെ ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കാനുള്ള നല്ലൊരു കോമ്പിനേഷൻ ആട്ടോ. പിന്നെ വെജിറ്റേറിയൻസിനൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അത്ര നല്ലൊരു നമ്മളിപ്പം നോൺ വെജ് കഴിക്കുന്നവർക്ക് ബീഫ് ചിക്കനൊക്കെ കഴിക്കുന്ന പോലെയുള്ളൊരു റെസിപ്പിയാണിത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ. അപ്പോൾ നിങ്ങളും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സും എന്നോട് പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഞാൻ ചെറിയ തീയിൽ ഇട്ടിട്ട് അടച്ചു വെച്ച് ഒന്നുകൂടെ ഒന്ന് കുക്ക് ചെയ്യാൻ പോവാണ്.
പിന്നെ നമ്മൾ എന്തൊരു സാധനമായാലും ചിക്കൻ ആണെങ്കിലും ബീഫാണെങ്കിലും എന്താണെങ്കിലും ചെറിയ തീയിലിട്ട് കുക്ക് ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാട്ടോ. നമ്മൾ ഈ വലിയ തീയിൽ വെച്ച് കുക്ക് ചെയ്യുന്നതിനേക്കാളും ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഈ തക്കാളിയൊക്കെ ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. വെജിറ്റബിൾസ് ഉടഞ്ഞു പോവരുത്. അപ്പോൾ തക്കാളി മാത്രം സൈഡിൽ നിന്നൊന്ന് ഉടച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം നല്ലൊരു സ്മെല്ലാണ് ഇതിൻ്റെ. അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ ഇതുണ്ടെങ്കിൽ വേറൊരു കറിയുടെ ആവശ്യമില്ല കേട്ടോ. അത്ര ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. പിന്നെ അത് മാത്രമല്ല, നമുക്കിത് ചപ്പാത്തിയുടെ എന്തിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാനിത് കുബ്ബൂസിൻ്റെ കൂടെ കഴിച്ചപ്പോഴും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് കൂടെ എന്നെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ജസ്നാസ് കിച്ചൺ.